ഇന്നൊരു സ്പെഷ്യൽ ടീ ആണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു ടീ കുടിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡായിട്ടുള്ള റോസ്റ്റഡ് ടീ ആണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സോസ് പാനിലേക്ക് 1.5 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് ചായയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ചെറിയ തീയിലിട്ടിട്ട് ആ പഞ്ചസാരയൊക്കെ ഒന്ന് കാരമലാക്കി എടുക്കണം. പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ചായപ്പൊടിയിൽ അത് മിക്സായിട്ട് നല്ലൊരു ക്രീമി പരുവാവും കേട്ടോ. അതുവരെ ഇത് വെയിറ്റ് ചെയ്യുക. ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി, ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് കാരമലായി കളറൊക്കെ ചേഞ്ചായി കരിഞ്ഞു പോയിട്ട് ചായയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും കേട്ടോ. അപ്പോൾ അതാ ഇത് അലിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ കളറും ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് ഡാർക്ക് കളർ ആവണ്ട, അതിന് മുന്നേ തന്നെ ഏകദേശം കരിയുന്നതിന് മുന്നുള്ള സ്റ്റേജ് ഉണ്ടല്ലോ, നമുക്കൊരു കാരമലിൻ്റെ ഒരു കളറ്, ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇത് കണ്ടോ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ഞാനിവിടെ 1 കപ്പ് പാലാട്ടോ, ഈ ഒരു ലെവലിലെത്തിയിട്ട് 1 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാലിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് കട്ടിയായിട്ട് ഇരിക്കും കേട്ടോ. അത് ഈ പാല് തിളച്ച് വരുമ്പോഴേക്കും അത് മെൽട്ടായിക്കോളും, മുഴുവനായിട്ട് മെൽട്ടായിട്ട് വരും. ഇപ്പോൾ കണ്ടോ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. ഇത് പാലൊഴിച്ച് കൊടുത്ത ശേഷവും ചെറിയ തീയിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതെല്ലാം മെൽട്ടായതിന് ശേഷം തീ ഒന്ന് കൂട്ടിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊരു തവി വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് അടിയിൽ ഒട്ടി പിടിക്കുന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും അത് നന്നായിട്ട് തന്നെ മെൽട്ടായിട്ട് വന്നോളും. ഇപ്പോൾ അത് ആദ്യത്തെ തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെറൈറ്റി ആയിട്ട് ചായ കുടിക്കാൻ ഒരു പ്രത്യേക ഫ്ലേവറിലൊക്കെ കുടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു തവണ തന്നെ തയ്യാറാക്കി നോക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു ചായക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് അരിച്ചിട്ടൊരു കപ്പിലേക്ക് ഒഴിച്ച് കുടിക്കാം. ഈ ഒരു ചായ ഇപ്പോൾ ട്രെൻഡാണ്, ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവർ ഒരു തവണ ഒന്ന് തയ്യാറാക്കി നോക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ഈ ഒരു പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് കൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നമുക്ക് പുതിയ റെസിപ്പീസുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.